നമസ്കാരം. നമുക്കിനി ചർച്ച ചെയ്യാനുള്ള വിഷയം മനുഷ്യൻ്റെ ഉള്ളിലുള്ള ആത്മാക്കളെ കുറിച്ചാണ്. ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ 7 ആത്മാക്കളുണ്ട്. ഈ 7 ആത്മാക്കളിൽ ഭൂതാത്മാവ് എന്നറിയപ്പെടുന്ന ആത്മാവ് അഥവാ പൊക്കിളിലിരിക്കുന്ന ഭൂതാത്മാവ് ഒഴികെ മറ്റാറ് ആത്മാക്കളും നിദ്രാവസ്ഥയിലാണ്. ഈ നിദ്രാവസ്ഥയിലായ ആത്മാക്കളെ ആത്മലോകത്തുനിന്നും മലക്കുകൾ അഥവാ മാലാഖമാരാണ് ഈ ഭൂമി ലോകത്തേക്ക് വന്നുകൊണ്ട് ഒരു മനുഷ്യരിലേക്ക് സന്നിവേശിപ്പിക്കുന്നത്. അത് ആ കുട്ടി ജനിച്ച സമയത്താണ് സംഭവിക്കുന്നത്. ഇത് സന്നിവേശിപ്പിക്കുന്നതിൻ്റെ കാരണമായിക്കൊണ്ടാണ് കുട്ടി കരയുന്നത്. പക്ഷെ അത് സയന്റിഫിക്കലായിട്ട് മറ്റു കാര്യങ്ങളോട് ബന്ധപ്പെടുത്തി വച്ചിരിക്കുകയാണെങ്കിലും അതിൻ്റെ യാഥാർത്ഥ്യം ഇതാണ്. ഇങ്ങനെ ഈ ഉപരിലോക ആത്മാക്കൾ ഒന്നിച്ചാണ് വരുന്നത്. അതൊന്നിച്ചൊരു പാക്കേജാണ്. അതിനെ ഏൽപ്പിക്കപ്പെട്ട മാലാഖയുടെ കയ്യിൽ ഈ ആത്മാക്കൾ ഉണ്ടാവും. ഇതെല്ലാം സന്നിവേശിപ്പിക്കുന്നത് നെഞ്ചിൻ്റെ ഇടത്തെ ഭാഗത്തേക്കാണ്. ഈ ഇടത്തെ ഭാഗത്താണ് ഹൃദയം ഇരിക്കുന്നത്. ഹൃദയത്തിൻ്റെ ഉള്ളിലായിക്കൊണ്ടാണ് 6 ആത്മാക്കൾ അതിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. ഹൃദയത്തിൻ്റെ ഉള്ളിലൊരു ഹൃദയമുണ്ട്. ആ ഹൃദയമാണ് ആത്മഹൃദയം. ആത്മഹൃദയത്തെ കൂടാതെ മറ്റ് 5 ആത്മാക്കളും കൂടി ഇതിനുള്ളിൽ ഇരിക്കുന്നുണ്ട്. ഇതെല്ലാം ഓരോ ആത്മാക്കളാണ്. ആത്മാക്കളെ പേരുകൾ പറയാന്നുണ്ടെങ്കിൽ 1 ഹൃദയാത്മാവ്, 2 മനുഷ്യാത്മാവ്, 3 രഹസ്യാത്മാവ്, നിഗൂഢാത്മാവ്, അതിനിഗൂഢാത്മാവ്, അഹാത്മാവ്, ഇങ്ങനെയൊക്കെ നമുക്ക് പേര് നൽകാം. പേരിലല്ല കാര്യം കിടക്കുന്നത്. ഇതിന്റെ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടവർ ഏത് പേരിൽ വിളിച്ചാലും കാര്യം ഒന്ന് തന്നെയാണ്. ദൈവജൻ നമ്മൾ വിവിധ പേരുകൾ വിളിക്കുന്ന പോലെ, വിവിധ ഭാഷകളിൽ വിളിക്കുന്ന പോലെ. അപ്പൊ ഈ ഒരു ഹൃദയം, മാംസളമാ ഹൃദയത്തിനുള്ളിലായിക്കൊണ്ടാണ് ഈ 6 ആത്മാക്കളും അബോധാവസ്ഥയിലായിക്കൊണ്ട് കിടന്നുറങ്ങുന്നത്. ഈ അബോധാവസ്ഥയിലാകാൻ കാരണം എന്താണ്? ഈ ആത്മാക്കളുടെ ലോകം ആത്മലോകമാണ്. അത് പ്രകാശത്തിന്റെ ലോകമാണ്, നേർത്ത ലോകമാണ്, സൂക്ഷ്മ ലോകമാണ്. അത്തരം ആത്മാക്കള് ഈ ഭൂമിയിലേക്ക് വന്നിറങ്ങുന്ന സമയത്ത് അവർക്ക് അനുയോജ്യമല്ല ഈ ലോകം. ഇവിടുത്തെ പ്രകൃതി അവർക്ക് അനുയോജ്യമല്ല. പ്രത്യേകിച്ച് മനുഷ്യന്റെ ശരീരം അവർക്ക് തീരെ അനുയോജ്യമല്ല. കാരണം മനുഷ്യൻ്റെ ഉള്ളിൽ എന്തുണ്ട്? രക്തമുണ്ട്. രക്തം നെഗറ്റീവ് എനർജി പേറുന്ന വലിയൊരു മീഡിയയാണ്. ഈ ലോകത്തുള്ള ഭൂതാത്മാക്കൾക്ക്, ദുരാത്മാക്കൾക്ക് കയറിക്കൂടാൻ ഏറ്റവും അനുയോജ്യമായ ഒരിടമാണ് രക്തം. ഈ അശുദ്ധ രക്തം ഉള്ള ഒരു മനുഷ്യനിലേക്ക് ഈ സൂക്ഷ്മാത്മാക്കൾ വന്ന് കയറി കഴിഞ്ഞാൽ അവർ അബോധാവസ്ഥയിലായിത്തീരും. ഓക്സിജൻ ഒന്നും കിട്ടാത്ത ഒരു ഭാഗത്തേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ നമുക്ക് സഫോക്കേഷൻ അനുഭവപ്പെടുന്ന പോലെ, പിന്നീട് നമുക്ക് അത് കിട്ടാതെ അബോധാവസ്ഥയിലായിത്തീരുന്ന പോലെയാണ് ഈ കാര്യവും. പിന്നീട് അവർക്ക് അവിടെ നിന്നും ബോധം തിരിച്ചു വരണമെങ്കിൽ അവർക്ക് വേണ്ടത് എന്താണോ അത് കിട്ടണം. അബോധാവസ്ഥയിലായിരുന്ന മനുഷ്യന്മാര് ബോധാവസ്ഥയിലേക്ക് തിരിച്ചു വരണമെങ്കിൽ അവർക്ക് കിട്ടാതിരുന്ന ഓക്സിജൻ വീണ്ടും കിട്ടണം. പക്ഷെ മനുഷ്യന് കുറച്ച് സമയം ഓക്സിജൻ ഇല്ല എങ്കിൽ എന്നേക്കുമായി മരണപ്പെട്ടേക്കാം. എന്നാൽ ഈ ഒരു ആത്മാക്കൾക്ക് ഒരു പരിധിയുണ്ട്. ഇത് 40 കൊല്ലമാണ്. 40 കൊല്ലക്കാലം അവർക്ക് കിട്ടേണ്ടത് കിട്ടിയില്ല എങ്കിൽ എന്നേക്കുമായി അവർ നശിച്ചു പോകും. അതിനുള്ളിൽ ഈ ആത്മാക്കളെ എണീപ്പിക്കണം എന്നതാണ് ആത്മീയതയുടെ നിയമം. അങ്ങനെ എണീറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ദൈവത്തിലേക്ക് പോകാൻ പാകമാക്കപ്പെടും. കാരണം ഈ ആത്മാക്കൾ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ദൈവത്തിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. അഥവാ ആത്മലോകത്തോട് ബന്ധപ്പെട്ട ആത്മാക്കളാണ് നമ്മൾ ഈ പറഞ്ഞ 6 എണ്ണം. ഹൃദയാത്മാവ് മുതൽ ജ്ഞാനാത്മാവ് വരെ എണ്ണുന്ന 6 എണ്ണം. അപ്പൊ ഈ ആത്മാവിന്റെ ഭക്ഷണം പ്രകാശമാണ്, ദൈവിക പ്രകാശം. ദൈവിക പ്രകാശം ഉള്ളത് ദൈവത്തിന്റെ നാമത്തിലാണ്. ഇതെല്ലാം പരസ്പരിച്ച് സംയോജിപ്പിച്ച് ദൈവം നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. ദൈവം ഇരിക്കുന്ന ലോകത്തേക്ക് സ്ഥൂല ശരീരമുള്ള മനുഷ്യന് പോകാൻ സാധ്യമല്ല. കാരണം ഇത് സൂക്ഷ്മ ശരീരം അല്ല. സൂക്ഷ്മ ശരീരം കൊണ്ട് മാത്രമാണ് അവിടേക്ക് പോകാൻ സാധിക്കുള്ളൂ. എന്നാൽ ഈ ലോകത്തിന് മുകളിൽ മറ്റ് 6 ലോകങ്ങളുണ്ട്. മുകളിലോട്ട് പോകുന്തോറും സൂക്ഷ്മാവസ്ഥ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ലോകങ്ങൾ 7 ഉണ്ട്. നമ്മൾ ഈ കാണുന്ന ലോകത്തിന്റെ പേര് ദൃശ്യപ്രപഞ്ചം എന്നാണ്. കാരണം ദൃശ്യമാണ്, കണ്ണിന് കാണാൻ സാധിക്കുന്നതാണ്. അകലം എന്നുള്ള കാര്യം കൊണ്ട് കാണാൻ സാധിക്കാത്തത് പരിഗണിക്കേണ്ടതില്ല. കാരണം നമ്മൾ കാണാത്ത പല ലോകങ്ങളും ഈ ഭൂമിയിൽ തന്നെ ഉണ്ട്, പല തടസ്സങ്ങളുള്ള കാരണം കൊണ്ട്. ഈ ഭൂമി അല്ലാത്ത മറ്റ് ഗ്രഹങ്ങളുണ്ട്. ചൊവ്വ ഗ്രഹമുണ്ട്, ബുധനുണ്ട്, ശുക്രനുണ്ട്. ഇതെല്ലാം ദൃശ്യപ്രപഞ്ചം തന്നെയാണ്. കാരണം കണ്ണുകൊണ്ട് കാണാൻ സാധിക്കും നമ്മളവിടെ എത്തുകയാണെങ്കിൽ. ഈ ലോകങ്ങളിൽ മനുഷ്യൻ വസിക്കുന്നുണ്ട്. പക്ഷെ മനുഷ്യന് അജ്ഞാതമാണ് വിഷയം, സയൻസിന് അജ്ഞാതമാണ് വിഷയം. പക്ഷേ യാഥാർത്ഥ്യം അതാണ്.
അപ്പൊ കണ്ണുകൊണ്ട് കണ്ടെത്താൻ സാധിക്കുന്ന ലോകം മുഴുവൻ ഏത് ഗണത്തിലാണ് പെടുന്നത്? ദൃശ്യപ്രപഞ്ചത്തിൽ. ഇനി കണ്ണുകൊണ്ട് കണ്ടെത്താൻ പറ്റാത്ത ലോകങ്ങളുണ്ട്. അഥവാ ഈ ദൃശ്യപ്രപഞ്ചത്തിന്റെ അറ്റം കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു ലോകത്ത് തുടക്കായി. അത് മാലാഖമാരുടെ ലോകമാണ്. അതിന് മലക്കൂത്ത് എന്ന് അറിയപ്പെടും അറബിയിൽ. അതേപോലെ യഹൂദന്മാരുടെ ഭാഷയിലൊക്കെ മലക്കൂത്ത് എന്നാണ് അറിയപ്പെടുന്നത്. മാലാഖമാരുടെ ലോകം. ആ ലോകത്താണ് നമ്മൾ കേൾക്കുന്ന സ്വർഗരാജ്യങ്ങൾ നിലകൊള്ളുന്നത്. സ്വർഗങ്ങൾ 7 ഉണ്ട്. ഈ സ്വർഗങ്ങൾ 7 ക്രമപ്രകാരം സൃഷ്ടിച്ചു വച്ചിട്ടുണ്ട്. ഏറ്റവും താഴ്ന്ന സ്വർഗം, അതിന് മുകളിലുള്ള സ്വർഗം, അതിനും മുകളിലുള്ള സ്വർഗം, അങ്ങനെ 7 സ്വർഗങ്ങൾ അടുക്കി വെച്ചിട്ടുണ്ട്. ഈ സ്വർഗങ്ങൾ ഓരോ ഗോളങ്ങളാണ്. നമുക്ക് ഭൂമിയിൽ മറ്റ് ഗ്രഹങ്ങൾ എങ്ങനെയാണോ അങ്ങനെയാണ് ആ ലോകങ്ങളിൽ ഉള്ളവർക്ക് മറ്റ് സ്വർഗങ്ങൾ. ഇതേപോലെ നരകലോകങ്ങളും ആ ലോകത്തുണ്ട്. അതും 7 ശിക്ഷയുടെ കാഠിന്യം കൊണ്ടും അവസ്ഥ കൊണ്ടും വേർതിരിച്ച 7 ഗ്രഹങ്ങൾ. അതാണ് 7 നരകങ്ങൾ. ആ ലോകം ഈ ലോകത്തേക്കാൾ ഡെൻസിറ്റി കുറഞ്ഞ ലോകമാണ്. അഥവാ ആത്മീയത കൂടുതലാണ്, ആത്മീക ഭാവം കൂടുതലാണ്. ഈ ലോകത്ത് ഭൗതിക ഭാവം കൂടുതലാണ്, സ്ഥൂലത കൂടുതലാണ്. മുകളിലോട്ട് പോകുന്നൊരു സ്ഥൂലത കുറഞ്ഞു വരും, ഡെൻസിറ്റി കുറഞ്ഞു വരും, ആത്മഭാവം കൂടി വരും. താഴോട്ട് വരുംതോറും ഭൗതികാവസ്ഥ കൂടി വരും, സ്ഥൂലത കൂടി വരും, ഡെൻസിറ്റി കൂടി വരും. അതുകൊണ്ട് മനുഷ്യന്റെ കണ്ണിലും കാതിലും മൂക്കിലും എല്ലാം ഡെൻസിറ്റി കൂടുതലുണ്ട്. അഥവാ ഡെൻസിറ്റി കൂടിയ ശബ്ദങ്ങൾ മാത്രമേ മനുഷ്യന് കേൾക്കാൻ സാധിക്കുള്ളൂ. ഡെൻസിറ്റി കൂടിയ രൂപങ്ങൾ മാത്രമേ മനുഷ്യന് കാണാൻ സാധിക്കുള്ളൂ. ഡെൻസിറ്റി കൂടിയ ഗന്ധങ്ങൾ മാത്രമേ മനുഷ്യന് ശ്വസിക്കാൻ സാധിക്കുള്ളൂ. ഡെൻസിറ്റി കുറഞ്ഞ ശബ്ദങ്ങളുണ്ട്, ഡെൻസിറ്റി കുറഞ്ഞ രൂപങ്ങളുണ്ട്, ഡെൻസിറ്റി കുറഞ്ഞ ഗന്ധങ്ങളുണ്ട്, ഡെൻസിറ്റി കുറഞ്ഞ അനുഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതെല്ലാം ആത്മലോകത്താണ്. അത് മനുഷ്യന്റെ സ്ഥൂലത ഉള്ള ഡെൻസിറ്റി കൂടിയ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാൻ സാധിക്കൂല. അതിന് ഡെൻസിറ്റി കുറഞ്ഞ രീതിയിലുള്ള ഇന്ദ്രിയങ്ങൾ വേണം. ആ ഇന്ദ്രിയങ്ങൾ കരസ്ഥമാക്കാനുള്ള വഴിയാണ് ആത്മീയ മാർഗങ്ങൾ. പക്ഷെ ആത്മീയ മാർഗങ്ങളിലൂടെ ആരെയാണ് നമ്മൾ ഈ രീതിയിൽ ഡെൻസിറ്റി കുറഞ്ഞതാക്കേണ്ടത്? ആ ലോകത്തേക്ക് പോവാൻ സാധിക്കുന്നവരെ. അതാരാണ്? ഈ 6 ആത്മാക്കളാണ്. അഥവാ വഴിക്ക് വഴിയായിട്ടാണ് ഇവർ എണീക്കുന്നത്. ആദ്യം എണീക്കുന്നവൻ ആരാണ്? ഹൃദയാത്മാവാണ്. ഹൃദയാത്മാവ് എന്ന് പറഞ്ഞ ഒരു മാലാഖയാണ്. അതിന്റെ സ്വദേശം നമ്മൾ ഈ പറഞ്ഞ മലക്കൂത്തിയ ലോകമാണ്, അഥവാ മാലാഖമാരുടെ ലോകമാണ്. അവിടെ നിന്നും വന്ന ഒരു അതിഥിയാണ് ഈ ഹൃദയാത്മാവ്. ആ ഹൃദയാത്മാവിന്റെ സ്വദേശം ഈ ആലം മലക്കൂത്താണ്, മലക്കൂത്ത് ലോകമാണ്. ഈ മാലാഖമാരുടെ ലോകം കഴിഞ്ഞ് അതിൻ്റെ അതിർത്തി എത്തിക്കഴിഞ്ഞാൽ അതിന് മുകളിൽ മറ്റൊരു ലോകമുണ്ട്.